ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ചാറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എടുക്കാൻ പോണത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്, അവർ ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ചും ഈ ബന്ധത്തെക്കുറിച്ചും ഒക്കെ എന്താണ് ചിന്തിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ നമ്മൾ നോക്കാം. നൈറ്റ് ഓഫ് വാൺസ്, Eight of Wands, Two of Pentacles, Ace of Wands, Three of Pentacles, the Empress. The Devil. Energy Oracle. Envy. ഏഞ്ചൽ ഓഫ് ബാലൻസ്. ബോട്ടം എനർജി വന്നിട്ടുള്ളത് ബ്രോക്കൺ ഹേർട്ടാണ്. അപ്പോൾ ഇതിൽ ആദ്യം കിട്ടിയിട്ടുള്ളത് നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. നിങ്ങളോട് ഇപ്പോൾ ഒരു വളരെ ശക്തമായ ഒരു അട്രാക്ഷൻ ഉണ്ട് എന്നാണ് കാണുന്നത്. അതായത് നിങ്ങളിലേക്ക് വരണമെന്ന് വീണ്ടും അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീലിങ്സോ അട്രാക്ഷനോ ഒക്കെ അവർക്കുണ്ട്. പക്ഷേ ആ ഒരു ഫീലിങ്സിനോടൊപ്പം തന്നെ ഒരു ഇൻസ്റ്റെബിലിറ്റിയും കാണുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ അടുത്ത് വരണമെന്ന് തോന്നും, ചിലപ്പോൾ മാറിപ്പോകണമെന്ന് തോന്നും. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. അടുത്ത് എന്നിട്ടുള്ളത് എയ്റ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കണമെന്നോ കാണണമെന്നൊക്കെ അവർക്ക് ഈ ഒരു സമയം തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. സ്റ്റോപ്പായി നിന്നിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ വീണ്ടും ഫാസ്റ്റായിട്ട് അത് ചലിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ബന്ധത്തിലൊരു മാറ്റം വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുമായിട്ട് വീണ്ടും സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി കൂടുതൽ അറിയണം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ വീണ്ടും ഒരു മാറ്റം വരണം എന്നൊക്കെ അവർ ഈ ഒരു സമയം സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ വന്നിട്ടുള്ളത് ടു ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജിയാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് പക്ഷെ അവരുടെ മനസ്സ് രണ്ട് കാര്യങ്ങൾക്കിടയിൽ ആണ് കുരുങ്ങി കിടക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഒരു ഭാഗത്ത് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ഉണ്ട്, മറുവശത്ത് അവർക്ക് വേറെന്തോ ഒരു കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടെന്നാണ്. ചിലപ്പോൾ അത് വേറൊരു വ്യക്തിയായിരിക്കാം, വേറെ സാഹചര്യങ്ങളായിരിക്കാം. അപ്പം അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങളിലേക്ക് വരണം, ഫാസ്റ്റായിട്ട് വരണമെന്ന് വിചാരിച്ചാലും അത് വീണ്ടും വരണ്ടെന്നുള്ളൊരു ചിന്ത വരും കേട്ടോ. അപ്പോൾ രണ്ടും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ കൂടുതൽ സമയവും അവർ നിങ്ങളിലേക്ക് വരണം, കമ്മ്യൂണിക്കേഷൻ വേണം എന്നൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ എന്തോ ഒരു കാര്യം അവരെ പിറകോട്ട് വലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്ത് വന്നിട്ടുള്ള ഏസ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതൊരു പുതിയ തുടക്കമാണ്. ഇത് നിങ്ങളുമായിട്ട് വീണ്ടും ഒരു അവസരം ലഭിച്ചാൽ അത് സ്വീകരിക്കണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് ഈ ഒരു സമയം. ഉള്ളിൽ നിന്ന് അവരത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്, വീണ്ടും ഒരു റീസ്റ്റാർട്ട് വേണം. ഇതിലൊരു കമ്മ്യൂണിക്കേഷൻ എനർജി ഉണ്ട്. അപ്പം നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഉടനെ തന്നെ വളരെ താമസിക്കാതെ ഒരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത്. പിന്നെ ത്രീ ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ ഇത് നിങ്ങൾ ഒരുമിച്ച് എന്തോ ഒരു കാര്യം വീണ്ടും ചെയ്ത് തീർക്കാനുണ്ട് എന്നവർ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ മനസ്സിലതാണ് നിങ്ങൾ ഒരുമിച്ച് ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പകുതി വെച്ച് ചിലപ്പോൾ ഇവർ നിർത്തിപ്പോയതായിരിക്കാം.
പക്ഷെ ഇപ്പൊ വീണ്ടും അത് തന്നെ വേണമെന്ന് അവര് അത് തീർക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതില് ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ ആൾറെഡി ഒരു എഫേർട്ടൊക്കെ എടുത്തിട്ട് നിങ്ങളെ വിട്ടിട്ട് പോയതായിരിക്കും. ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ടും ഇല്ലാതിരിക്കും. പക്ഷെ ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് ഇതൊരു രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അത് വീണ്ടും അവരുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് വേണമെന്നവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. പിന്നെ എംപ്രസിന്റെ എനർജിയാണ്. നിങ്ങൾ ഒരുപാട് സ്നേഹവും കരുതലും ഒക്കെ കൊടുക്കുന്ന ഒരാളാണ്, വളരെ കെയർ ചെയ്യുന്ന ഒരാളാണ്, റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ഒരു മനസ്സിൽ ചിന്തിക്കുന്നത്. നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഇപ്പം എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നാൽ അതിനുള്ള സൊല്യൂഷൻ കിട്ടുമെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല അവരുടെ വളർച്ചയ്ക്ക് ഒരു സപ്പോർട്ട് ചെയ്തിരുന്ന, അവരെ പ്രചോദിപ്പിച്ചിരുന്ന ഒരാളാണ് നിങ്ങളെന്ന് ഇപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. അവരിപ്പോഴും അത് അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. കാരണം നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഈ ഒരു സമയം അവർ നിങ്ങൾ ചെയ്ത സപ്പോർട്ടിൽ ആ ഒരു കാര്യം മനസ്സിൽ വീണ്ടും വരുന്നുണ്ട്. നിങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഒരു സപ്പോർട്ടിന്റെ ആവശ്യം ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഒറ്റയ്ക്കായി പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഒരു സപ്പോർട്ട് നിങ്ങളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ഈ കാര്യങ്ങൾ പോകുമായിരുന്നോ എന്നൊക്കെ അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ വന്നിട്ടുള്ളത് ഡെവിളാണ്. ഇത് ഒരു ശക്തമായ ഒരു അട്രാക്ഷൻ ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോടുണ്ട് എന്നുള്ളതാണ്. കാരണം വിട്ടുമാറി പോകാൻ പറ്റാത്ത വണ്ണം ഈ ഒരുമിച്ചായി പോയ ഒരു എനർജിയാണ്. അവര് എങ്ങനെയൊക്കെ വിചാരിച്ചിട്ടും ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിട്ടുമാറി പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇത് ഒരുമിച്ച് തന്നെ പൊക്കോണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. എത്ര പോകാൻ ശ്രമിച്ചാലും ആ പോകാൻ ശ്രമിക്കുന്ന അത്രയും ഇതിൽ വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ അവർ വരുന്നു എന്നാണ് കാണുന്നത്. എത്ര മറക്കാൻ ശ്രമിച്ചാലും കറങ്ങി തിരിഞ്ഞത് നിങ്ങളിലേക്ക് തന്നെ വന്ന് നിൽക്കും. നിങ്ങളെ വേണ്ടെന്ന് വിചാരിക്കുന്ന സമയം തന്നെ അവർക്ക് നിങ്ങളെ വേണമെന്ന് തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അവിടെ സംഭവിക്കും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ എത്ര പോയാലും തിരിച്ച് മടങ്ങി വരുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. അങ്ങനത്തെ ഒരു ഇതാണ് കാണുന്നത്. പക്ഷെ അതോടൊപ്പം ഒരു ഭയമോ അല്ലെങ്കിൽ ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും പാറ്റേണോ ഒക്കെ അവർ വീണ്ടും ഈ ഒരു സമയം ശല്യപ്പെടുത്തുന്നുണ്ടായിരിക്കാം. ഇത് ചിലപ്പോൾ ഇതിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ തേർഡ് പാർട്ടി ആരൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അവർ എവിടെ ചുറ്റിയാലും തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വന്നാലേ പറ്റുള്ളൂ. അപ്പോൾ വേറെ ഒരു ബന്ധങ്ങളും അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ല എന്നാണ് അവർ ഈ ഒരു സമയം മനസ്സിലാക്കുന്നത്. സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റാത്ത ബന്ധങ്ങൾ മാത്രമാണ് അവരിൽ വന്നിട്ടുള്ളത്. പക്ഷേ എത്ര പോയാലും ചിലപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി പോയാലും തിരിച്ച് വീണ്ടും ആ ഒരു പാറ്റേൺ ഇങ്ങനെ ആ ഒരു സർക്കിള് വന്ന് നിൽക്കുന്നത് അവസാനിക്കുന്നത് നിങ്ങളിലാണ്. അപ്പോൾ അതവർ ഈ ഒരു സമയം മനസ്സിലാക്കുന്നത്. ഒരു വളരെ സ്ട്രോങ് ബോണ്ട്, ഒരു അട്രാക്ഷൻ ഫീലിങ്സ് ഒക്കെ ഈ ഒരു സമയം നിങ്ങളോടുണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ എൻവിയാണ്. ഇതിൽ അവരിപ്പം മനസ്സിലാക്കുന്നുണ്ട്, ഇപ്പം പാസ്റ്റിൽ നിങ്ങളോട് ഒരുപാട് വൈരാഗ്യവും ദേഷ്യവും ഒക്കെ കാണിച്ചിരുന്നൊരു വ്യക്തിയായിരിക്കണം ഈ ഒരു ആള്. മാക്സിമം ചിലപ്പോൾ നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളോട് ഒരുപാട് പക സൂക്ഷിച്ചിരുന്ന ഒരാളായിരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ഇത് അതുകൊണ്ട് ചിലപ്പോൾ ഇതിൽ നേരത്തെ നമ്മളൊരു തേർഡ് പാർട്ടിയുടെ ഒരു എനർജി കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളോടൊരു പക ഉണ്ടായിരുന്നോ, നിങ്ങളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു സമയം നിങ്ങളെ നഷ്ടപ്പെടുത്തിയ അതിൻ്റെ ഒരു വില ഈ ഒരു സമയം അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഹാപ്പിയാണോ, നിങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ അവർ ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട്. കാരണം പാസ്റ്റിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ പറ്റിച്ചിരുന്ന ദ്രോഹിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങളിപ്പോൾ ഹാപ്പി ആയിട്ടാണോ ജീവിക്കുന്നത്, പ്രത്യേകിച്ചും ഇവരില്ലാതെ നിങ്ങൾ ഹാപ്പിയാണോ എന്നറിയാനൊരു ആകാംക്ഷ ഇവർക്ക് ശരിക്കും ഉണ്ട്. ഇവരില്ലാതെ നിങ്ങൾ സന്തോഷിക്കുന്നത് ഒരിക്കലും അവർക്ക് അത്ര താല്പര്യമില്ല എന്നുള്ളതാണ്. എവിടെ പോയാലും അവർ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരണം, അപ്പോൾ നിങ്ങൾ സ്വീകരിച്ചോളണം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് അവർക്കുള്ളത്. അപ്പോൾ ഇവർ പക വെച്ചപ്പോഴും നിങ്ങൾ ചിലപ്പോൾ അതൊന്നും കാണിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ളൊരു പകയൊന്നും നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ അവർക്ക് പേടിയാണ്. നിങ്ങളില്ലാതെ അവരില്ലാതെ നിങ്ങൾ ഹാപ്പിയാണോ, ഇപ്പോഴും നിങ്ങൾ പക സൂക്ഷിക്കും, നിങ്ങൾ അവരോട് പകയുണ്ടോ, നിങ്ങളെ ദ്രോഹിച്ചേനെ എന്നൊക്കെ അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ ഏഞ്ചൽ ഓഫ് ബാലൻസിന്റെ എനർജിയാണ്. അപ്പം ഇതിൽ ഈ ഒരു സമയം ഒരു ബാലൻസ് വേണം എന്നുള്ളതാണ് കേട്ടോ. അതായത് അവരുടെ ഹൃദയവും അവരുടെ ബുദ്ധിയും തമ്മിലൊരു ബാലൻസ് കൊണ്ടുവരേണ്ട അല്ലെങ്കിൽ അത് കണ്ടെത്തണം എന്നാണ് അവരിപ്പോൾ മനസ്സിലാക്കുന്നത്.
ഇപ്പോൾ തിടുക്കത്തിലൊന്നും ഒരു കാര്യവും ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അവരുടെ മനസ്സൊന്ന് ശാന്തമാക്കിയതിന് ശേഷം തീരുമാനമെടുക്കണം എന്നാണ് അവർ ഇപ്പോൾ ആലോചിക്കുന്നത്. ഒരു ബാലൻസ് കൊണ്ടുവരട്ടെ, ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ, ബാലൻസ് കൊണ്ടുവരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്നാണ് അവരിപ്പം ആഗ്രഹിക്കുന്നത്. പിന്നെ ബോട്ടം വന്നിട്ടുള്ളത് ബ്രോക്കൺ ഹെർട്ടാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോഴും പൂർണ്ണമായിട്ട് മുറിവുകൾ ഉണങ്ങിയിട്ട് ഇല്ല എന്നുള്ളതാണ്. ഇതിൽ സംഭവിച്ചു പോയതിൽ ഒരുപാട് വിഷമവും വേദനയൊക്കെ അവർക്കുണ്ട് എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. അപ്പം ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടായിരിക്കും. ഇതിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു പറഞ്ഞു തീരാത്ത എന്തോ ഒരു വേദനയുണ്ട്, പൂർണ്ണമായിട്ട് ഹീൽ ചെയ്യാത്ത എന്തോ ഒരു സംഗതി ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ അത് അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തത് വളരെ വലിയ തെറ്റായിപ്പോയി, അത് നിങ്ങൾക്ക് വേദന ഉണ്ടാക്കിയത് ശരിയായില്ല, നിങ്ങളെ പറ്റിച്ചത് ശരിയായില്ല, നിങ്ങൾ ദ്രോഹിച്ചത് ശരിയായില്ല എന്നൊരു ചിന്ത വന്ന് അവരെ ഹൃദയം വേദനിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ആദ്യം ഇത് വേദന എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോഴാണ് നിങ്ങൾ എത്രമാത്രം വേദനിച്ചു എന്നുള്ളൊരു കാര്യം ഇവർക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചത് അവരെ ഇപ്പോഴും ഒരുപാട് സ്വാധീനിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ഇതിൽ ഓവറോൾ നിങ്ങൾക്ക് നിങ്ങളോടൊരുപാട് അട്രാക്ഷനുണ്ട്, സ്നേഹമുണ്ട്. പക്ഷേ പഴയ ചില പ്രശ്നങ്ങൾ വീണ്ടും ഇപ്പോൾ ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഈ ഒരു കാര്യം ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നതുകൊണ്ടായിരിക്കാം നിങ്ങളാ വേദന പൂർണ്ണമായിട്ടും മറന്നു പോയിട്ടില്ല എന്നാണ് അവർ ഇപ്പോൾ ചിന്തിക്കുന്നത്. അപ്പം ഇതാണ് ഈ ഒരു വ്യക്തി നിങ്ങളെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നത്. താങ്ക് യു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.